Hello everyone, welcome to the another episode of Magic Hands of Deepa. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് നവരാത്രി ആശംസകൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒത്തിരി വെറൈറ്റി സാമ്പാറുകളൊക്കെ ഉണ്ടല്ലോ, അപ്പം അതിൽ നിന്നൊരു സാമ്പാറാണ് ഇന്ന് ഞാൻ മുള്ളങ്കി വെച്ചിട്ടൊരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പരിപ്പും പിന്നെ തക്കാളിയും ഒരു ചെറിയ കഷ്ണം ഉള്ളിയും 2-3 വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. കുക്കറിൽ ഒരു 4-5 വിസിൽ അടിച്ചിട്ട് നല്ലപോലെ ഉടച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് താളിപ്പ് കൊടുക്കാം. അതിന് ഞാനൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയും കടുകും പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ ഇട്ടതിന് ശേഷം അത് നല്ല മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇതളുകളും പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ടത് നല്ല പോലെ വഴറ്റിയെടുക്കുക. ഇനി നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് മുള്ളങ്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 വലിയ മുള്ളങ്കിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഇതിൻ്റെ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവ് കുറച്ച് വേണ്ടവർ 1 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി കേട്ടോ. പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മൾ സാമ്പാർ പൊടിയും കൂടി ചേർക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂണ് കായപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ പെട്ടെന്നൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. തീ മീഡിയമിൽ വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അതായത് ഇപ്പം നമ്മുടെ മുള്ളങ്കി ഒന്ന് വെന്ത് ഉടഞ്ഞ് വരാനുള്ള വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് നല്ലപോലെ വേവിച്ച് കൊടുക്കാം. അപ്പം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേവിച്ചോളൂ കേട്ടോ. അപ്പം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ മുള്ളങ്കി വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഏകദേശം ഒരു വേവായിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ഗ്ലാസ് പുളിവെള്ളമാണ്, ഒരു കുഞ്ഞി നാരങ്ങയുടെ വലിപ്പമുള്ളത്. പിന്നെ ഞാൻ വീട്ടിലുണ്ടായ ഒരു വെണ്ടയ്ക്കയുടെ ഒരെണ്ണം കൂടി അരിഞ്ഞിടുന്നുണ്ട്. അത് ഉള്ളതുകൊണ്ട് ഇട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് വെറുതെ കളയേണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. പിന്നെ അതും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുള്ളങ്കി വെന്തിട്ടുണ്ട് നല്ലപോലെ. ഇനി നമുക്കതിലേക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പിൽ പിന്നെ തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മുള്ളങ്കി സാമ്പാർ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി വേണമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സാമ്പാറിനൊരു ടേസ്റ്റ് മേക്കറും കൂടി ഇട്ട് കൊടുക്കാം. അതായത് ഉലുവ വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ ഞാനൊരു 2 പിഞ്ച് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കടുക് വറുക്കുമ്പോൾ ഉലുവ ഇട്ടിട്ടുണ്ട്, എന്നാലും പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുള്ളങ്കി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയുക. എൻ്റെ വീഡിയോസും എൻ്റെ റെസിപ്പീസും എൻ്റെ അവതരണ ശൈലിയും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒരു തവണ കൂടി നവരാത്രി ആശംസകൾ നേരുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഇതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സ്നേഹത്തോടെ ഇരിക്കുക.
താങ്ക് യു ഫോർ വാച്ചിങ്.